പൂരപ്രേമികളുടെ മനസ്സിൽ ആവേശത്തിരയിളക്കം സൃഷ്ടിക്കാൻ മയിൽപ്പീലി കണ്ണുകളാൽ സമ്പന്നമായ ആലവട്ടവും വെൺപ്രഭ ചൊരിയുന്ന ചാമരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പൂരം വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ആലവട്ട ചാമരങ്ങൾ അവസാനവട്ട മിനുക്കുപണിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്ന കടവത്ത് സുജിത്തിന്റെ വസതിയിലാണ്. വർഷങ്ങളായി കടവത്ത് ചന്ദ്രനാണ് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ഒരുക്കുന്നത്. എല്ലാ ആനകൾക്കും ഉള്ളത് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ഞാൻ പണിതിട്ടുള്ളത്. നടുക്കിൽ നിൽക്കുന്ന ആനയ്ക്ക് ഒരു വ്യത്യസ്തമായ മോഡലും അതിൽ തന്നെ പീലിത്തണ്ട് കൊണ്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇടത്തും വലത്തും നിൽക്കുന്ന 2 ആനകൾക്ക് വ്യത്യസ്തമായ വേറൊരു മോഡലിലും ബാക്കിയുള്ള ആനകൾക്ക് 12 ആനകൾക്ക് ഒരേ മോഡലുള്ള ഒരു വ്യത്യസ്തമാർന്ന ഒരു ഡിസൈനിലുമാണ് ഈ വർഷത്തെ പണിതേണ്ടത്. പീലി എപ്രാവശ്യത്തെക്കാട്ടും വിലയിൽ ഒരുപാട് വ്യത്യാസം വന്നു. ആലവട്ടം എന്ന് പറയുന്നത് മയിൽപ്പീലി തണ്ടാണ്. മയിൽപ്പീലിയുടെ കൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉപയോഗിക്കാം. 30-40 കിലോയോളം പീലി പൂരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് പ്രത്യേകിച്ച് 4 ദിവസം പോരായി വരും. ഒരു ജോഡി കഴിയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 8 ദിവസമെങ്കിലും വേണ്ടി വരും ഒരു ജോഡി കഴിയണമെങ്കിൽ. മെയിൻ ആനകളുടെ 10-12 ദിവസം വരും അത് പണി കഴിയണമെങ്കിൽ. അത് ഡിസൈൻ വെച്ച് നോക്കി അത് എങ്ങനെയാണ് യോജിച്ചത്, അതിന് ഏത് പൂവാണ് അതിൽ യോജിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ തുന്നി പിടിപ്പിക്കുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വെഞ്ചാമരങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ കാണുള്ളൂ. സാധാരണ ഒറ്റ വാലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. തൃശ്ശൂർ പൂരത്തിന് 4 വാല് കൂടിയിട്ടാണ് ഒരു ജോഡി നമ്മൾ അത് പണിത് ഇറക്കുക. അത് ആ കനം ലോകത്ത് എവിടെയും കിട്ടില്ല. ഈ ആക്കിൻ്റെ വാല് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് ആണ് നമ്മളിത് വെട്ടി അതിനെ 3-4 ഭാഗങ്ങളാക്കണം. വലിയ വാല്, ചെറിയ വാല്, അത് ഒലർത്തി പിന്നെ അത് മെടയണം. ആ മെടച്ചിലിനുണ്ട് ഒരു പ്രത്യേകത. പൂര സമയമാകും തോറുമാണ് അത് വെഞ്ചാമരത്തിൻ്റെ കതിര് എന്ന് പറയുന്ന പിടിമ നമ്മൾ ചുറ്റി കയറ്റുള്ളൂ. പാറമേക്കാവിന് വേണ്ടി ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് ചാത്തനാത്ത മുരളീധരൻ മാഷാണ്. എല്ലാ കൊല്ലവും പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ കരവിരുതിൽ പിറവിയെടുക്കാറുള്ളത്. എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിന് നമ്മൾ സ്വർണ്ണ നിറത്തിലാണ്, അതായത് ചൂരൽപ്പൊളിയാണ് എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിൻ്റെ പ്രത്യേകത. ഈ എഴുന്നള്ളിക്കുന്ന ആനയുടെ കൂട്ടാനിക്ക് വരുന്ന ആലവട്ടത്തിനും ഈ വെള്ളിയിൽ തീർത്ത നാഗവടാണ്. സാധാരണ നമ്മൾ ഈ കഴിഞ്ഞ 55 കൊല്ലവും ഇവിടെ അടിപ്പൂവ് മയിൽപ്പീലി തണ്ട് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിന് പകരം ഇത് നമ്മൾ ചൂരൽപ്പൊളിയുടെ ഒരു ഫ്രെയിം ചുറ്റും വെച്ച ചൂരൽപ്പൊളി വയ്ക്കുകയാണ് ഉണ്ടായത്. 30 കിലോ മയിൽപ്പീലിയാണ് പൂരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ മയിൽപ്പീലി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ തരംതിരിക്കുകയാണ് നീളത്തിൻ്റെ ക്രമത്തിനനുസരിച്ചുകൊണ്ട്. പിന്നീട് ആ മയിൽപ്പീലിയെ നമ്മൾ മുറിച്ച് നാരുള്ള ഭാഗവും അതിൻ്റെ പീലി തണ്ടുള്ള ഭാഗവും വേറെയാക്കി മാറ്റുന്നു. അതിനുശേഷം ആ മുറിച്ചെടുത്ത കണ്ണുള്ള ഭാഗത്തെ നമ്മൾ തോത് വെച്ച് മുറിച്ചിട്ട് അത് പനയോലയുടെ ഈർക്കരിയിൽ തുളച്ച് കോർത്തതിന് ശേഷം ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ മെടയും. ഒരു പുറം ആലവട്ടത്തിന് ഏകദേശം ഒരു 150-ലധികം കണ്ണ് വേണം. ഇത് മരപ്പിടിയാണ് പതിവ്. പക്ഷേ പാറമേക്കാവിനെ ഇത് സ്റ്റീലിൽ പണി തീർത്ത പിടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മൊട്ടാണ്. സാധാരണ ഇത് മരത്തിൽ തീർത്ത മൊട്ടാണ് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ കോലം വയ്ക്കുന്ന ആനയുടെ ആണെങ്കിലും സ്വർണ്ണപ്പിടിയും സ്വർണ്ണമുട്ടുമാണ്. വെഞ്ചാമരത്തിൽ ഞാൻ പറഞ്ഞു, അതായത് ഏകദേശം 90 കിലോ ചാമരാണ് വേണ്ടി വരിക. കാരണം 2 കിലോ വെഞ്ചാമരം ഉപയോഗിച്ച് നമ്മൾ സാധാരണ പൂരത്തിൽ നമ്മൾ മെടഞ്ഞ് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഇത് 6 കിലോ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനുള്ള ആലവട്ട ചാമരങ്ങൾ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ സജ്ജം. ഇനി കാത്തിരിപ്പാണ് നാദതാള വിസ്മയമാർന്ന തൃശൂർ പൂരത്തിനായി. ക്യാമറമാൻ ബിജു ആമക്കോടിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV.